ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ അനിയോട് പറയുന്നുണ്ട്, എന്തായാലും ഞാനൊരു സന്തോഷ വാർത്ത തന്നെ പറയാൻ പോവാണ് നിന്നോട്. അനിയപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശ, എന്താ കാര്യം? അത് പിന്നെ ആ വേണുവിനിട്ട് ഞാൻ 2 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. അവൻ ആദ്യം ദേവയാനോട് 10 കോടി മതിയെന്ന് പറഞ്ഞു. അവിടെ ചെന്നതിന് ശേഷം ആളാകെ മാറി. അവൻ 10-ന് പകരം 20 ചോദിച്ചു. ആ ചോദിച്ചത് അത്രയും നല്ല അടി രൂപത്തിൽ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. ദേ, ഈ വീട്ടിൽ കാണുന്ന സ്വത്തും പ്രതാപങ്ങളും എല്ലാം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അതൊരിക്കലും അർഹതയില്ലാത്തവരുടെ കയ്യിലെത്താൻ ഞാൻ സമ്മതിക്കില്ല. പലർക്കും നമ്മൾ പല പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അർഹതയുള്ളവർക്ക്. ഇതേപോലെ അർഹതയില്ലാത്തവരുടെ കയ്യിലേക്ക് നമ്മുടെ സ്വത്തെത്താൻ ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. അതിനി എന്തിൻ്റെ പേരിലായാലും. ഇനി എന്തായാലും ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അതിൻ്റെ പേരിൽ എന്താണോ ശിക്ഷ വിധിക്കുന്നത് നമുക്ക് അപ്പം നോക്കാം എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. അനി പറയുന്നുണ്ട്, മുത്തശ്ശൻ ആ വേണുവിൻ്റെ ഒരിക്കൽ പോയി സംസാരിക്കാൻ പോകാമെന്ന് കേട്ടപ്പോൾ എനിക്കാകെ സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. മുത്തശ്ശനെ പോലെ ഒരാൾ ഒരിക്കലും അയാളുടെ മുമ്പിൽ തല താഴ്ത്താൻ പാടില്ല. അത് മാത്രമല്ല, ആ അനാമിക അവള് കാണിച്ചു മൊത്തം നമ്മളോട് ഫ്രോഡ് തരമാണ്. ചതി മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ. അവളെപ്പോലെ ഒരുത്തിക്ക് നല്ലത് കൊടുക്കേണ്ടത് തന്നെയാണ്. അവൾ ചോദിച്ചു വാങ്ങിയതാണ് എൻ്റെ കയ്യിൽ നിന്ന്. അതിൻ്റെ പേരിൽ 1 രൂപ പോലും അവൾക്ക് കൊടുക്കുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. ഇനി ജയിലിൽ കിടക്കണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാ മുത്തശ്ശ എന്നൊക്കെ അനി പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമനെ, അതുകൊണ്ട് തന്നെയാണ് 1 രൂപ പോലും അയാൾക്ക് കൊടുക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചത്. അനി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി മുത്തശ്ശ, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് മാത്രമല്ല, ഞാൻ മുത്തശ്ശിയും കൂടെ ഒരു സ്ഥലം വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം അനി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോൾ എവിടെ പോവാ? മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ ഉണ്ട് മോനെ, ഞങ്ങളെന്തായാലും പോയിട്ട് വന്നതിന് ശേഷം നിന്നോട് വിശദമായിട്ടെല്ലാം പറയാം. അപ്പം അനി പറയുന്നുണ്ട്, എന്തായാലും എന്നോട് പറ മുത്തശ്ശ, നിങ്ങൾ എവിടെ പോവാ? മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും നിന്നോടത് പറഞ്ഞേക്കാം. നിനക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ? അതുപോലെ തന്നെ അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ കനകൻ ഗോവിന്ദനെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും അനാമികയായിട്ടുള്ള ബന്ധം താമസിയാതെ തന്നെ പിരിയും. പിന്നെ അഥവാ അങ്ങനെ പിരിഞ്ഞില്ലെങ്കിൽ പോലും അനന്തപുരിയുടെ തറവാട്ടിലേക്ക് ഇനി കാലെടുത്തു വെക്കാൻ അവളെ ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ നീയും നന്ദുവുമായിട്ടുള്ള ഈ ഇഷ്ടം ഗോവിന്ദനോടും കനകയോടും പറഞ്ഞ് അവരെ സമ്മതിപ്പിക്കാം. വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെ നടക്കുന്ന ഒരു കല്യാണങ്ങളും അത് ഭംഗിയാവില്ല. അതുകൊണ്ട് അവരെ ആദ്യം സമ്മതിപ്പിക്കാം. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അനി മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഈ സമയത്ത് ദേവയാനിയും നയനയും ആദർശമൊക്കെ കൂടെ ചോദിക്കുന്നുണ്ട്, 2 പേരും കൂടെ എങ്ങോട്ടാ പോകുന്നതെന്ന്. മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, അത് ഞങ്ങളൊരു നല്ല കാര്യത്തിന് വേണ്ടി തന്നെ പോവാണ്. പോയിട്ട് വന്നതിന് ശേഷം എല്ലാവരോടും വിശദമായിട്ട് വിവരം പറയാം. ഇതൊക്കെ എൻ്റെ തീരുമാനങ്ങൾ തന്നെയാണ്. പിന്നെ കുറച്ച് നാൾ ഞാൻ അസുഖമായിട്ട് ഇരുന്ന് പോയപ്പോൾ എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒരു കാര്യവും എൻ്റെ ഒരിക്കൽ പറയാതായി. ഞാനൊന്നും അറിയണ്ടെന്നാണ് ഇപ്പോൾ അവരുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തീരുമാനങ്ങളൊക്കെ എൻ്റെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് പോവുകയാണ്. എന്നാലും ഈ അച്ഛനും അമ്മയും കൂടി ഇതെവിടെ പോയതാ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട്. എന്തായാലും അറിയില്ല, എങ്ങോട്ടാണെങ്കിലും അവർ 2 പേരും നല്ല സന്തോഷത്തിലാണ് പോയത്. ഈ സമയത്ത് അനി നല്ല സന്തോഷത്തിൽ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അനി നയനെ ചോദിക്കുന്നുണ്ട്, എന്താ അനി ഇന്ന് പതിവില്ലാതെ നീ നല്ല സന്തോഷത്തിലാണല്ലോ? അപ്പോൾ അനി പറയുന്നുണ്ട്, അതെ ഏട്ടത്തി, ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ അനി, നീ മുത്തശ്ശൻ ആ വേണുവിനിട്ട് അടി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണോ നിനക്ക് ഇത്ര സന്തോഷം? മുത്തശ്ശൻ വേണുവിനിട്ട് അടി കൊടുത്തു എന്ന് പറഞ്ഞതിൻ്റെ സന്തോഷമാണോ നിനക്ക്? അനി പറയുന്നുണ്ട്, അതും ഒരു കാരണമാണ്. മുത്തശ്ശൻ അവിടെ പോയി അവർ പറഞ്ഞ തുകയും കൊടുത്ത് അവർ പറയുന്നതെല്ലാം കേട്ടിട്ടിങ്ങ് വരുമോ എന്ന് എനിക്കാകെ പേടിയായിരുന്നു. എന്തായാലും 1 രൂപ പോലും അനാമികയ്ക്ക് കൊടുക്കാതെ മുത്തശ്ശൻ നല്ല പണി തന്നെ കൊടുത്ത് അയാൾക്കിട്ട് അടിയും കൊടുത്ത് തിരിച്ചു വന്നു. അതോർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതേപോലെ ഇപ്പം മുത്തശ്ശൻ പോയ കാര്യവും അത് നടക്കുവാണെങ്കിൽ എനിക്ക് ഇരട്ടി സന്തോഷമാവും. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്താടാ അങ്ങനെ? അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പം എങ്ങോട്ടാ പോയത്? ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ മുത്തശ്ശൻ പോയിട്ട് വന്നതിന് ശേഷം പറയാമെന്നാണ് പറഞ്ഞത്.
ആഹാ, മുത്തശ്ശൻ അങ്ങനാണോ പറഞ്ഞത്? എങ്കിൽ നിങ്ങളും മുത്തശ്ശൻ പറയുമ്പോൾ അറിഞ്ഞാൽ മതി എന്നിങ്ങനെ അനി പറയുന്നുണ്ട്. അത് പിന്നെ ഏട്ടത്തി, അനി നന്ദുവിൻ്റെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്, നന്ദുവിനെ കാണാൻ, പിന്നെ നന്ദുവിൻ്റെ അച്ഛനെ അമ്മയും കാണാൻ. അല്ല ഏട്ടത്തി, ഇതൊന്നും അറിഞ്ഞില്ല ഏട്ടത്തി? ഇല്ല നീ, ഞാനൊന്നും അറിഞ്ഞില്ല. എന്തായാലും നന്ദുവിൻ്റെ വീട്ടിൽ പോയി അവരുടെ അച്ഛനെ അമ്മയും കണ്ട് അവരോട് സമ്മതം മേടിപ്പിച്ച് എൻ്റെ നന്ദുവിൻ്റെ വിവാഹം നടത്തി തരാമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അനാമിക ഈ തറവാടിൻ്റെ പടി പോലും ചവിട്ടാൻ അനുവദിക്കുകയല്ലെന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നയനയുടെ മുഖം അങ്ങ് വാടുകയാണ്. നയനയ്ക്കകപ്പാടെ ഒരു വല്ലാത്ത വിഷമമാവുന്നുണ്ട്. എന്നാൽ ദേവയാനിക്കും ബാക്കി എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നയനയുടെ മുഖം മാറിയപ്പോഴേ അനി ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി, ഏട്ടത്തിക്ക് ഇത് ഇഷ്ടമില്ലേ? ഏട്ടത്തിക്ക് ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കുന്നതിനോട് താല്പര്യമില്ലേ? അപ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ല അനി, എനിക്ക് ഇക്കാര്യത്തിൽ ഇഷ്ടമില്ല. അനി, നീ ചെയ്തത് ശരിയായില്ല. മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ലായിരുന്നു. ഇനിയിപ്പം അവിടെ ചെന്ന് അച്ഛനോടും അമ്മയോടും സംസാരിച്ചാലും അവരിതിന് സമ്മതം മൂളുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. എന്തിനാ വെറുതെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ പോയി വിഷമിച്ച് വരുന്നത്? ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ. ഞാനും നന്ദുവായിട്ടുള്ള ബന്ധമൊക്കെ നിങ്ങൾക്കറിയാവുന്നതല്ലേ, പിന്നെ എന്താ നിങ്ങൾക്കിതിനെ സമ്മതിച്ചാൽ കുഴപ്പം? അപ്പം നയന പറയുന്നുണ്ട്, അത് പിന്നെ ആ CI സച്ചിയുമായിട്ടുള്ള വിവാഹം നന്ദുവിൻ്റെത് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ CI വീട്ടിൽ വന്ന് വിവാഹം ഉറപ്പിക്കുകയും അച്ഛനും അമ്മയ്ക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടമാകുകയും അവർക്ക് ഒരുപാട് സന്തോഷമാവുകയൊക്കെ ചെയ്തതാണ്. പിന്നെ ആ CIക്ക് കൊടുത്ത വാക്ക്, മരിച്ചാലും അച്ഛനും അമ്മയും അതൊന്നും മാറാൻ പോകുന്നില്ല അനി. പിന്നെ നിനക്ക് എൻ്റെ അവസ്ഥ അറിയാമല്ലോ. എന്നെ നയനേച്ചി ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ചയച്ചു. അത് അപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് നടന്നു പോയതാണെങ്കിലും അതിനുശേഷം ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ അനി. അതുകൊണ്ട് നന്ദുവിനെ കൂടെ ഈ വീട്ടിലേക്ക് വിടാനായിട്ട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. ഞങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ട് വിവാഹം കഴിച്ച് അയപ്പിച്ചതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും കുത്തുവാക്കലും കളിയാക്കലും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ദരിദ്രരായ കനകയും ഗോവിന്ദനും അവരുടെ മക്കളെ കാശുള്ളിടത്ത് തന്നെ കെട്ടിച്ചു. അത് ഇവിടെയുള്ളവർക്ക് ഞങ്ങൾ കൈവശം കൊടുത്തിട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചവരുണ്ട്. ഈ അനന്തപുരിയിലുള്ളവർ തന്നെ ഞങ്ങളെ അതിൻ്റെ പേര് കളിയാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് പറഞ്ഞ് ഇപ്പോഴും അവളെ കുത്തുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ കൂടെ അവളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളെ വിഷമിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണ് നന്ദുവിനെ അനന്തപുരിയിലേക്ക് വിവാഹം കഴിച്ച് വിടില്ല എന്നുള്ളത്. ഇതിനുവേണ്ടി മുത്തശ്ശനെ മുത്തശ്ശിയെ അങ്ങോട്ട് പറഞ്ഞു വിടേണ്ടതില്ലായിരുന്നു എന്ന് നയന ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് എനിക്കാകെ ദേഷ്യം വരുന്നുണ്ട്. അനി പറയുന്നുണ്ട്, എല്ലാവരും ചതിയന്മാരാണ്, കൂടെ നിന്ന് ചതിക്കുന്നവരാണ് എല്ലാവരും. ഇനിയിപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ, എൻ്റെ ഭാര്യയായിട്ടല്ലേ നന്ദു ഈ വീട്ടിലേക്ക് കയറി വരുന്നത്. ഇവിടെ ഇപ്പം അവളെ വിഷമിപ്പിക്കാനായിട്ടുള്ളത് ആരാണ്? അഥവാ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ തന്നെ നയനേച്ചിയും നവ്യേച്ചിയും എന്തോരം അനുഭവിച്ചതാ. ഇപ്പോൾ എന്താ, ഇപ്പം അതിനും കൂടി എന്താ, എല്ലാവരും നല്ല സന്തോഷമായിട്ടല്ലേ പോകുന്നത്. അതുപോലെ ഇപ്പം നയനേച്ചി മനസ്സിലാക്കുന്ന ആദർശേട്ടനില്ലേ, അതുപോലെ നന്ദു വരുമ്പോഴും അവളെ മനസ്സിലാക്കുന്ന ഞാനുണ്ട്. അതുപോലെ അവളെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ഉണ്ട്. അതുപോലെ വല്യമ്മ ചേച്ചിയെ സ്വീകരിച്ചതുപോലെ ഒരിക്കൽ എൻ്റെ അമ്മയും നന്ദുവിനെ സ്വീകരിക്കും. അതുപോലെ നിങ്ങളൊക്കെ ഈ കാണിക്കുന്ന ഇരട്ടത്തപ്പാണ്. എൻ്റെയും നന്ദുവിൻ്റെയും ജീവിതം വെച്ചാണ് നിങ്ങളൊക്കെ ഈ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നയനയോട് വല്ലാതെ ദേഷ്യപ്പെട്ട് അനി അവിടെ നിന്ന് കയറിപ്പോവുകയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും നന്ദാവനത്തിൽ നന്ദുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മുത്തശ്ശനെ മുത്തശ്ശിയും കാണുമ്പോൾ തന്നെ കനയ്ക്കും ഗോവിന്ദനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഒരുപാട് നാളായല്ലോ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ വീട്ടിലെ തന്നെ 2 മക്കളെയാണ് ഞങ്ങളുടെ വീട്ടിലെ മരുമക്കളാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് തോന്നി വരുന്നതിൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പം ഞങ്ങൾ വന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. പിന്നെ അനുഭവൻ്റെ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അവനും അനാമികയും തമ്മിലുള്ള വിവാഹം ഡിവോഴ്സിൻ്റെ വക്കിൽ തന്നെയാണ്. ഇനി എന്തായാലും അനാമിക അനിയുടെ ഭാര്യയായിട്ട് ഒരിക്കലും അനന്തപുരിയിൽ ഉണ്ടാവില്ല. അതുമാത്രമല്ല, അനിയുടെ മനസ്സിലാണെങ്കിൽ ഇവിടുത്തെ നന്ദുമോളാണ്. നന്ദുമോളില്ലാതെ അനിയുടെ ജീവിതം മുന്നോട്ട് പോവുകയല്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ നന്ദുമോളുടെ മനസ്സിലും അനിയുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവരുടെ 2 പേരുടെയും വിവാഹം നടത്താനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അനിക്ക് പെണ്ണ് ചോദിക്കാൻ കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് മുത്തശ്ശൻ പറയുകയാണ്.
ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കനക പറയുകയാണ്, അയ്യോ മൂർത്തി സാറേ, അതെന്തായാലും നടക്കില്ല. CAM ആയിട്ടുള്ള നന്ദുവിൻ്റെ വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി വിവാഹത്തിനുള്ള ഡേറ്റ് മാത്രം കുറിച്ചാൽ മതി. അതുകൊണ്ട് അനിയായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നേ? നന്ദുമോക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ? ഒരിക്കലും ആവില്ല. ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ വേണ്ടേ ഒന്നിക്കാൻ? അനിമോന്റെ വിവാഹം ഒരു തവണ കഴിഞ്ഞതാണ്. പക്ഷേ അവരിന്ന് വരെ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടേയില്ല. പിന്നെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അന്നും ഇന്നും അനിമോന്റെ മനസ്സിൽ നന്ദു മാത്രമായിരുന്നു. നന്ദുവിനും അതങ്ങനെ തന്നെയാണ്. അവക്കും അവളുടെ മനസ്സിൽ അനി മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയുള്ള അവരെ തമ്മിൽ വേണ്ടേ നമ്മൾ ഒന്നിപ്പിക്കാൻ? അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ എൻ്റെ മൂത്ത 2 മക്കളെയും അനന്തപുരിയിലേക്കാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ മൂർത്തി സാറിന് അറിയാമല്ലോ. ഇനിയിപ്പോൾ 3ാമത്തെ കുട്ടിയെ കൂടി അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാന്ന് പറഞ്ഞാൽ വീണ്ടും എല്ലാവരും പരിഹാസം ഞങ്ങൾ കേൾക്കേണ്ടി വരും. അതുപോലെ ഞങ്ങളുടെ കുട്ടിയും. അപ്പോൾ കനക പറയുന്നുണ്ട്, ഞങ്ങളുടെ നന്ദുവിനെ കൂടി അങ്ങോട്ട് വിവാഹം കഴിച്ച് അയച്ചതിന് ശേഷം ഞങ്ങളുടെ ഇടയ്ക്ക് അവളെ കാണാനെന്നോണം അവിടെ വരുമ്പോൾ അവിടെയുള്ളവരുടെ ചിലരുടെ വാക്കുകൾ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കാണേണ്ടി വരും. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നന്ദുവിനെ അങ്ങോട്ടേക്ക് വിവാഹം കഴിച്ച് അയക്കില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. നവ്യയുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ അവരത് സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? അതുപോലെ നവ്യയുടെ കാര്യത്തിലാണേലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ദേവയാനി അവരെ ഇപ്പോൾ പൊന്നുപോലെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരുമകളായി അവള് നയനെ കാണുന്നില്ലേ? ഇപ്പോഴും സന്തോഷത്തോടു കൂടിയല്ലേ അവർ ജീവിക്കുന്നത്. അതുപോലെ ചിലപ്പോൾ നന്ദ വരുമ്പോഴും ജാനകി ആദ്യം ചിലപ്പോൾ എതിർക്കുമായിരിക്കും. എങ്കിലും അവളെ മനസ്സിലാക്കി അവളുടെ മരുമകളാക്കി അവളെ സ്വീകരിക്കുക തന്നെ ചെയ്യും. ജാനകി ഇപ്പം അവൾ എതിർക്കുന്നതിന് കാരണം തന്നെ അനാമികയെ അവൾ സ്വന്തം മരുമകളാക്കി മനസ്സിൽ കണ്ടുപോയി. അത് മാറ്റിയെടുക്കാൻ പാടുപെടുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ജലജയും അനാമികയും ഒക്കെ കൂടി അവളുടെ മനസ്സിലേക്ക് കുത്തിവെച്ച വിഷവും അതുപോലെയാണ്. ഒരിക്കൽ അവളെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി, അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കി നന്ദുവിനെ ഇനി കൈ നീട്ടി സ്വീകരിക്കും. ഇതെല്ലാം കേട്ടിട്ടും ഗോവിന്ദനും കനകയും സമ്മതിക്കുന്നില്ല കേട്ടോ. അവർ പറയുന്നുണ്ട്, ഇത് നടക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. CAക്ക് കൊടുത്ത വാക്ക് ഒരിക്കലും ഞങ്ങളിനി മാറ്റി പറയില്ല. ഗോവിന്ദൻ പറയുന്നുണ്ട്, CAക്ക് ഞങ്ങൾ വാക്ക് കൊടുത്തു ഈ വിവാഹം നടത്തി തരാമെന്ന്. അതുകൊണ്ട് തന്നെ കൊടുത്ത വാക്ക് തെറ്റിക്കണമെങ്കിൽ ഗോവിന്ദൻ മരിക്കണം. അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കില്ല. നിങ്ങൾ ഈ ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ ഒരിക്കലും നന്ദുവിനെ അനന്തപുരിയിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിടില്ല. അതുപോലെ തന്നെ CAയോട് പറഞ്ഞ വാക്ക് മാറ്റി പറയാനും ഞങ്ങൾക്കാവില്ല. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപാട് വിഷമത്തോടെ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, മുത്തശ്ശന് പോകുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ? നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങോട്ടേക്ക് വിടുകയില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് നന്ദുവിനെ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടില്ല എന്നുള്ളത്. മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് വിഷമമായിട്ടുണ്ടല്ലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, വിഷമൊന്നും ആയിട്ടില്ല. അവർക്കുണ്ടായ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവർ പറഞ്ഞു. അല്ലാതെ ഇത് വിഷമിക്കാൻ എന്താ ഇത്ര ഉള്ളത്? ഒരു കണക്കിന് കനകയും ഗോവിന്ദനും പറഞ്ഞതിലും കാര്യമില്ലാതില്ല. അവരും ആദ്യമൊക്കെ വരുമ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിങ്ങൾ 2 മക്കളെയും കെട്ടിച്ചിങ്ങോട്ട് വിട്ടതിന് ശേഷം അവരൊരുപാട് സങ്കടം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം അതെല്ലാം മാറിയെങ്കിലും അവരെ കൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? പിന്നെ നന്ദുവിനും അനിയും ഒന്നിക്കാനുള്ള വിധി ദൈവം എഴുതിയിട്ടില്ലായിരിക്കും. ഇത് കേൾക്കുമ്പോൾ അനി ദേഷ്യത്തോടെ സങ്കടത്തോടെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. റൂമിൽ ചെന്ന ശേഷം അനി നന്ദുവിനെ ഫോൺ വിളിക്കുന്നുണ്ട്. നന്ദുവിനോട് അനി ചോദിക്കുന്നുണ്ട്, നന്ദു, നീ എന്നോട് ആത്മാർത്ഥമായിട്ട് തന്നെയാണോ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ്, അതോ എന്നെ അപ്പോഴത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു വാക്കാണോ അത്? നീ എന്താ അനി ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നീ എന്തിനാ നീ ഇടയ്ക്ക് ഇതിങ്ങനെ എന്നോട് വിളിച്ചു ചോദിക്കുന്നത്? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ജീവിക്കുന്നെങ്കിൽ നിന്റെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കത്തുള്ളൂ. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് പിന്നെ നീ എന്തിനാ CA സജീവമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചത്? ഞാൻ സമ്മതിച്ചെന്ന് നിന്നോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? അത് അച്ഛനും അമ്മയും അവരെടുത്ത തീരുമാനമാണത്. അത് ഒരിക്കലും ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല. നിന്നെ അല്ലാതെ വേറൊരു പുരുഷനെ മുന്നിൽ
കഴുത്ത് നീട്ടി ഞാൻ കൊടുക്കില്ല, അതിന് ആരായിരുന്നാലും. അപ്പോൾ അനി പറയുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ അനി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നന്ദുവിനാകെ വിഷമാവുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന നന്ദു ഗോവിന്ദനോടും കനകയോടും ചോദിക്കുന്നുണ്ട്, ഇന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഇവിടെ വന്നായിരുന്നു? അപ്പോൾ കനക പറയുന്നുണ്ട്, ആ വന്നിരുന്നു. എന്നിട്ട് അവരെ നിങ്ങൾ വിഷമിപ്പിച്ച് വിട്ടല്ലേ? ഞാനും അനിയുമായിട്ടുള്ള വിവാഹത്തെപ്പറ്റി സംസാരിക്കാനല്ലേ മുത്തശ്ശനും മുത്തശ്ശി ഇവിടെ വന്നത്? നിങ്ങളത് പച്ചയ്ക്ക് മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞല്ലേ അത് നടക്കില്ല എന്ന്. അപ്പം കനക പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? നമ്മളിത് ഒന്നിച്ചെടുത്ത തീരുമാനമല്ലേ? നിന്നെയും കൂടെ അനന്തപുരവിലെ മരുമകളായിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലയുമില്ലേ? എന്തൊക്കെയാണെങ്കിലും മുത്തച്ഛനോടും മുത്തശ്ശിയോടും ഒരിക്കലും നിങ്ങളങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ അവർ കാരണം മാത്രമാണ് ഞാനിപ്പോൾ രസയായിട്ടിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ആ ട്രെയിനിങ് സമയത്ത് തന്നെ ഞാൻ ഇവിടുന്ന് പുറത്തായേനെ. അതുമാത്രമല്ല, ഇവിടെ തന്നെ എനിക്ക് പോസ്റ്റിംഗ് കിട്ടാൻ കാരണവും മുത്തശ്ശനാണ്. എന്നിട്ട് അവരോട് തന്നെ നിങ്ങളെങ്ങനെ പെരുമാറേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് ദേഷ്യപ്പെട്ട് നന്ദു അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ കനകയും ഗോവിന്ദനും കൂടെ സിയയുമായിട്ടുള്ള വിവാഹമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഒരിക്കൽ നന്ദു കണ്ടെത്തുന്നുണ്ട് കേട്ടോ, സി സച്ചിദാനന്ദൻ ആ പുള്ളിയുടെ ജീപ്പിൽ വേറൊരു പെൺകുട്ടിയും കയറ്റിക്കൊണ്ട് പോകുന്നത് നന്ദു കാണുകയാണ്. നന്ദു അവരുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അവരൊരു പാർക്കിലേക്ക് പോയി ആ പാർക്കിൽ വെച്ച് അവർ തമ്മിൽ സംസാരിക്കുകയും സ്നേഹിക്കുകയും സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് നന്ദു കാണുന്നുണ്ട്. ഇതൊക്കെ നന്ദു വീഡിയോയിൽ എടുക്കുന്നുമുണ്ട്. അതേസമയം സിയ ഇങ്ങ് പോയി കഴിയുമ്പോഴത്തേനും ആ പെൺകുട്ടിയുടെ അരികിലേക്ക് നന്ദു ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? അയാളുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ്? ഞാനും അയാളുമായിട്ട് പല ബന്ധങ്ങളും കാണും, അതൊക്കെ ചോദിക്കാൻ നീ ആരാ? അയാൾ ഇവിടുത്തെ സ്റ്റേഷനിലെ CI ആണ്. അത് നിങ്ങൾക്കറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും നന്ദു പറയാണ്, അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാനും അയാളും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ടുകൂടിയാണ് ഞാൻ ചോദിച്ചതെന്ന് നന്ദു പറയുന്നുണ്ട്. അപ്പം ആ പെൺകുട്ടി പറയുന്നുണ്ട്, നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നു? അതൊക്കെ അയാൾ വെറുതെ പറയുന്ന. ഞാനും അയാളും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അയാൾ എന്നെ മാത്രം വിവാഹം കഴിക്കൂ. പിന്നെ ഇതേപോലെ ഓരോരുത്തന്മാരെ കാണുമ്പോൾ ഒരാഗ്രഹം കൊണ്ട് അയാളിങ്ങനെ ചുറ്റിപ്പറ്റി പിന്നാലെ കൂടും. അതുപോലെ ആഗ്രഹത്തിന്റെ പുറത്ത് വന്നതായിരിക്കും നിന്റെ പുറകെ. ഞാനും അയാളും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള അടുപ്പമാണ്. ഇങ്ങനെയുള്ള ഓരോ അബദ്ധത്തിലും അദ്ദേഹം പോയി ചാടാറുണ്ട്. എന്നാലും അത് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും. ഞാൻ മാത്രമാണ് ഇപ്പം അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് എന്നെ മാത്രം വിവാഹം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, പല പെൺകുട്ടികളുടെ കൂടെയോ? അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, അതെ, ഇങ്ങനെയുള്ള പല പെൺപിള്ളേരെ കാണുമ്പോൾ അയാൾക്ക് ഇങ്ങനെ ഒരു മോഹം തോന്നും. അങ്ങനെ ഓരോ അബദ്ധത്തിൽ പോയി ചാടാറുമുണ്ട്. എനിക്കും അതിൽ എതിർപ്പൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഒരു ലിവിങ് ടുഗദർ പോലെ ഇങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. എനിക്കും ഒരു ഭാര്യയും ഒരു ഭർത്താവും കുഞ്ഞുമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും ഒരു പ്രശ്നവുമല്ല. അങ്ങനെ നന്ദു ഈ കാര്യങ്ങളെല്ലാം പോയി ഗോവിന്ദനോടും കനകയോടും പറയുന്നുണ്ട്. അങ്ങനെ അവരെ അന്വേഷിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നുമുണ്ട്.